ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ആരെങ്കിലുമൊക്കെ ഗോവയിൽ വരുന്നുണ്ടെങ്കിൽ കാണാൻ പറ്റിയ ഒരു സ്പോട്ടാണ് നമ്മളിന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഇതൊരു ഷോപ്പിംഗ് സെൻ്ററൊന്നും അല്ല കേട്ടോ. നമ്മൾ ഒരു ഫ്രഷ് വാട്ടർ ലേക്കിലോട്ട് പോകുന്ന വഴിക്കുള്ള കടകളാണ് ഇതൊക്കെ. അവിടെ ഇഷ്ടംപോലെ കഫേസും ഇഷ്ടംപോലെ പർച്ചേസ് ചെയ്യാനായിട്ട്, പ്രത്യേകിച്ചും പെൺകുട്ടികൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ടുള്ള ഇഷ്ടംപോലെ ഐറ്റംസ് ഉണ്ട്. കൂടുതലും ഇവർ കൈകൊണ്ടുണ്ടാക്കിയ സാധനങ്ങളൊക്കെയാണ് കേട്ടോ ഇവിടെ വിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു 15-20 മിനിറ്റ് നോർത്ത് ഗോവ, അതായത് ആറന്മുളയിൽ നിന്ന് നോർത്ത് സൈഡിലോട്ട് നടക്കണം. നടന്ന് ഒരു 15 മിനിറ്റ് കുറച്ച് പാറയൊക്കെ കീറി ഇറങ്ങുമ്പോൾ ഉള്ളൊരു ഫ്രഷ് വാട്ടർ ലേക്ക് ഉണ്ട്. അത് ഒരു അടിപൊളി സ്പോട്ടാണ്. കാര്യം ഫോട്ടോ എടുക്കാനാണ്, റീൽ എടുക്കാനൊക്കെ ആണെങ്കിലും കിടിലൻ സ്പോട്ടാണ്. ഇവിടെ വരുന്ന മിക്ക ആൾക്കാർക്കും ഇത് അറിയാൻ പറ്റില്ല. അതുകൊണ്ട് അവിടെ ആളുകൾ വളരെ കുറവാണ്. പക്ഷേ പോകുന്ന ആളുകളെല്ലാം ഭയങ്കര ഹാപ്പിയാണ്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പോകുമ്പോഴത്തേക്ക് നമ്മൾ കഴിവതും നേരത്തെ പോകാൻ നോക്കുക. ഒരു 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് കടൽ അങ്ങോട്ട് കയറി വരും. അപ്പം നമ്മൾ തിരിച്ചിറങ്ങേണ്ടി വരും. അപ്പം അതുവരെയൊക്കെ ഉള്ളൂ ഇവിടുത്തെ കഫേയും മെനു എല്ലാം അവൈലബിൾ ആയിട്ടുള്ളൂ. ഒരു 6 മണി വരെ ഒന്നും പോകില്ല. അതിനു മുമ്പ് തന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങേണ്ടി വരും. അപ്പോൾ സൺസെറ്റ് നിങ്ങൾക്ക് മിക്കവാറും ആറന്മുള തന്നെ കാണേണ്ടി വരും. ഇവിടെ നിങ്ങൾക്ക് ജസ്റ്റ് പോയി അവിടെ ഒരു സൈഡിൽ ബീച്ചും ഒരു സൈഡിൽ ലേക്കുമാണുള്ളത്. അപ്പോൾ ലേക്കിൽ നിങ്ങൾക്ക് കുളിക്കാം, ബീച്ചിലും കുളിക്കാം. ഇതാണ് പാറയിടുക്കിലൂടെയൊക്കെ നമ്മൾ നടന്ന് തെന്നി വീഴാതെ നോക്കണം. പക്ഷെ ഭയങ്കര ഗ്രിപ്പൊക്കെ ഉള്ള പാറകളാണ് കേട്ടോ. നമ്മുടെ അത്ര സ്ലിപ്പറി ഒന്നുമല്ല. അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ക്രോസ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയൊരു ബ്രിഡ്ജ് പോലൊരു സാധനം കെട്ടി വെച്ചിട്ടുണ്ട് നടന്നു പോകാനായിട്ട്. അപ്പോൾ ഒരു മലയുടെ ഇടുക്കിലാണ് ഈ 2 സാധനവും ഉള്ളത്. ഈ മലയുടെ അകത്തോട്ട് വേണമെങ്കിലും നമുക്ക് നടന്നു പോകാം. മല കയറി ഒരു ട്രക്കിങ്ങിനൊക്കെ പോകുന്നവർക്കാണെങ്കിൽ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. കാര്യം വെച്ചാൽ മല കയറാനായിട്ട് അധികം ആൾക്കാരൊന്നും പോകാറില്ല. അതുകൊണ്ട് തന്നെ ഭയങ്കര ഗ്രീനറിയാണ്. ആനിമൽസ് ഒന്നുമില്ല കേട്ടോ. ഉണ്ടെങ്കിൽ ഉള്ളത് ആ കുരങ്ങുകൾ മാത്രമേ ഉള്ളൂ ഇവിടെ. വേറെ ഒന്നിനെയും ഞാനിതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ നിങ്ങൾ ആറന്മുള വരുവാണെങ്കിൽ മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു അടിപൊളി സ്പോട്ട് തന്നെയാണിത്. പിന്നെ നമ്മൾ ഈ കടകളിലൊക്കെ നടന്ന് വരുമ്പോഴത്തേക്ക് അവർ പറയുന്ന പ്രൈസിലും, എസ്പെഷ്യലി എന്താണേലും ഇപ്പം ലെതർ ഐറ്റംസ് ആണെങ്കിലും പേഴ്സുണ്ട്, ഷൂട്ട്സ് ഉണ്ട്, പിന്നെ പഷ്മിന ഷാൾസ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇവരെല്ലാം പറയുന്നത് ടൂറിസ്റ്റ് പ്രൈസാണ്. അപ്പം നമ്മൾ വളരെ ശ്രദ്ധിച്ച് വേണം റേറ്റ് പറയാനായിട്ട്. കുറച്ചൊക്കെ നമുക്ക് ബാക്കിയുള്ള പുറത്തുള്ള കടകളിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള സാധനമുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് കയറി അതിൻ്റെ റേറ്റ് ചെക്ക് ചെയ്തിട്ടൊന്ന് കമ്പയർ ചെയ്തിട്ടേ നിങ്ങൾ പർച്ചേസ് ചെയ്യാവൂ. പിന്നെ ഞാനൊരു മോതിരം മേടിച്ചപ്പം അവർ ആദ്യം പറഞ്ഞത് 300 റുപ്പീസാണ്. പക്ഷേ ഞാനത് 100 രൂപയ്ക്ക് തരാൻ പറഞ്ഞപ്പോൾ അവർ 100 രൂപയ്ക്ക് തന്നു. പിന്നെ ഞാനൊരു പേഴ്സ് മേടിച്ചത് അവർ 1200 പറഞ്ഞു. ലെതറിൻ്റെ ആണ്. അവർ കത്തിച്ചൊക്കെ കാണിക്കും. പുറമേക്ക് മാത്രമേ ലെതറുള്ളൂ കേട്ടോ, അകത്ത് വേറെ മെറ്റീരിയലാണ്. അത് എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. എന്തായാലും പക്ഷെ നല്ല ക്വാളിറ്റിയുള്ള പേഴ്സാണ്. അത് 1200 രൂപ പറഞ്ഞിട്ട് ഞാൻ 500 രൂപ പറഞ്ഞപ്പോൾ അവർ 500 രൂപയ്ക്ക് തന്നു. അപ്പോൾ ഞാൻ അത്രയും രൂപ കൊടുക്കേണ്ട കാര്യമില്ലായിരുന്നു എന്നെനിക്ക് തോന്നി. കാര്യം വെച്ചാൽ ഒരു 350 ഒക്കെ ആണെങ്കിലും അവരത് തന്നേനെ. എന്തായാലും മേടിച്ചത് നല്ല പേഴ്സ് ആയതുകൊണ്ട് എനിക്ക് വേറെ പരിഭവമില്ല. ഇതാണ് ഞാൻ പറഞ്ഞ മൗണ്ടൻ. ആ മൗണ്ടനിൽ കുറച്ച് 2-3 ആൾക്കാർ അവിടെ പോയി ആ പാറയുടെ മുകളിലിരുന്ന് ഇതൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ട്. ഈ കടലിൽ കുളിക്കാൻ ഇറങ്ങുമ്പോഴത്തേക്ക് നമ്മൾ ഒരുപാട് ദൂരത്തോട്ട് പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. കാര്യം വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് മിക്കവാറും ഞാൻ കണ്ടേക്കുന്നത് ലൈഫ് ഗാർഡ് തിരിച്ച് വിളിക്കുന്നതാണ്. കാര്യം കുറച്ച് കഴിയുമ്പോൾ വേവ്സ് സ്ട്രോങ് ആകുമ്പോഴത്തേക്കും നമുക്ക് തിരിച്ച് വരാൻ പറ്റത്തില്ല. നമുക്ക് അങ്ങോട്ട് പോകുന്ന പോലെ നമുക്ക് തിരിച്ചിറങ്ങാൻ പറ്റില്ല. അന്ന് ഇവിടെ ലൈഫ് ഗാർഡ്സ് കുറവാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരാളോ 2 പേരാണ്ടേ ഉള്ളൂ. പക്ഷേ അവിടെ കഫേയിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും പ്രൊഫഷണൽസ് ആണ്. നമ്മളെ രക്ഷിക്കാനൊക്കെ പറ്റും. പക്ഷേ നമ്മൾ നമ്മുടെ സെക്യൂരിറ്റി നോക്കിയിട്ട് മാത്രമേ നമ്മൾ ഇറങ്ങിത്തിരിക്കാവൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കണേ.